ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല മഴയുള്ളൊരു ദിവസമാണ് ഇന്ന്. മഴയുള്ള സമയത്ത് ഈ ഭാഗത്തുള്ള എല്ലാ നായ്ക്കളുടെ രാത്രിയുള്ള ഉറക്കം ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ എണീറ്റ് വന്ന് ഇത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അന്നത്തെ ഒരു ദിവസേ പോയതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്. എങ്ങനെ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കി നിൽക്കുകയാണേ. അങ്ങനെ മഴ ഒന്നും നോക്കിയില്ല, അത് അങ്ങോട്ട് ഇറങ്ങി മാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതും നാശാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് മൊത്തത്തിൽ ഒരുമാതിരി സ്മെല്ലും കൂടെയാണല്ലോ. മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ സോപ്പും പൊടിയും പിന്നെ കംഫർട്ട് അങ്ങനത്തെ ഓരോന്നൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒരത്തി ഇതിനും ചളിയും ഇതൊക്കെ ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ, ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ നല്ലോണം ക്ലീൻ ആക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇതാ വെള്ളം ഒഴിച്ച്, എന്നാലും ആ പതിയും കാര്യങ്ങളൊന്നും പോയിട്ടുണ്ടാവില്ല. കുറേ വട്ടം വെള്ളം ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് ഒഴിച്ച് കളയണം. പിന്നെ വൈപ്പർ വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളയൂട്ടോ. അപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് സിറ്റ് ഔട്ട് കിട്ടുവേ. നായ്ക്കൾ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കുക, പിന്നെ വലൊക്കെ കെട്ടി നോക്കിയിട്ടുണ്ടായിരുന്നേ. 1-2 ദിവസം കയറിയില്ല, പിന്നെയും കണക്കന്നായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വന്ന് വേഗം തുടയ്ക്കാൻ നോക്കുക കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. പിന്നെ ഇതാ വിളക്ക് വെക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇന്ന് 1-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് അധികം നാളൊന്നും പോവില്ല. ബട്ട് എപ്പോഴും അത് കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിന് ശ്രമിക്കാറുണ്ട്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ. വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാലുള്ള കുറച്ച് സമയം എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ, കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു. ചപ്പാത്തിയും കടലക്കറിയായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അന്ന് ചെയ്യാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ ഈ ഒരു മന്ത് എൻ്റെ ആയതോടുകൂടി അതിൻ്റെ ഒരു ഷീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതാണെങ്കിൽ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ മാസം. അപ്പോൾ ആ ഒരു സങ്കടമാണ് ഈ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഈ ഒരു മന്തിലേത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് യൂസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. എത്രത്തോളം പോകുന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. അങ്ങനെ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരമായിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ ഒന്ന് പെയ്യും, പിന്നെ ഒന്ന് ഒതുങ്ങും, വീണ്ടും പെയ്യും. ആ രീതിയിലാണ് കേട്ടോ. മൂടി കെട്ടിയിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു. ആസ് യൂഷ്വൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള എനിക്കുള്ള പണി കിട്ടിയിട്ടുണ്ട്. പാത്രം കഴുകുക, കിച്ചൺ ക്ലീൻ ആക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ക്ലീനിങ് പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട് കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫിക്കേഷൻ അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസിലായാലും ഞാൻ എടുക്കുന്ന പണി കൂടുതലായിട്ടും നിങ്ങൾ കാണുന്നത് ഇതന്നെയായിരിക്കും. അടിക്കുക, തുടയ്ക്കുക, ഇതന്നെയായിരിക്കും മിക്കപ്പോഴും കാണുന്ന പണി. കുക്കിംഗ് ചെയ്യാറുണ്ടോ ചോദിച്ചാൽ എപ്പോഴേലൊക്കെ ഒരു മൂഡ് തോന്നിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാനൊക്കെ തോന്നുമ്പോൾ ചെയ്യാറുണ്ട്. പിന്നെ അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ചെയ്യാറുണ്ട്. അല്ലാതെ എനിക്ക് കുക്കിംഗ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അങ്ങനെ കേട്ടോ. അപ്പോൾ എന്നും ഫുഡ് കഴിച്ചാലുള്ള എൻ്റെ ഈ പണി എന്ന് പറയുന്നത് ഇതന്നെയായിരിക്കും. പാത്രം കഴുകുക, പിന്നെ കിച്ചൺ ക്ലീൻ ആക്കി ഇടുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇതാ പണികളൊക്കെ ഇനി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒരു പാത്രങ്ങൾ ഇങ്ങനെ പുറത്ത് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല കേട്ടോ. ഞാനാണെങ്കിൽ ഈ കാണുന്നതൊക്കെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഈ കബോർഡിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കും. അമ്മ വന്നിട്ട് തിരയുമ്പോൾ അത് കാണൂല. അതും പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും വഴക്കാണേ. ഈ കിച്ചൺ ക്ലീനിങ് കൂടെ കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സമയമാട്ടോ. എല്ലാ മാസവും 1-ാം തീയതി ആകുമ്പോൾ എനിക്ക് എന്തോ ഒരു പുതിയ പ്രതീക്ഷയ്ക്ക് പോലെ ഈ മാസം ഒക്കെ ആയിരിക്കും, ഈ മാസം നിങ്ങൾക്കൊക്കെ ഉണ്ടോ അങ്ങനെ? പിന്നെ എന്ത് കാര്യം ചെയ്യാനുണ്ടെങ്കിലും ഒരു 25-26 തീയതിയൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇനിയിപ്പോൾ 1-ാം തീയതി അല്ലേ വരുന്നത്, അന്ന് ചെയ്യാം, ഇന്നിപ്പോൾ മാറ്റി, അങ്ങനെ മടി കാരണം മാറ്റി നീട്ടി വെക്കാറുണ്ട്. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവം? അത് നല്ലൊരു സ്വഭാവമല്ല എന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങനെ ഉണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൺസിസ്റ്റൻസി ട്രാക്കിംഗ് ഒക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞ് കിച്ചണൊന്നും ഇങ്ങനെ കണ്ടപ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. ഇനി എൻ്റെ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വാട്ടർ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്തിട്ട് പോകുന്നത്. അങ്ങനെ 2-3 റീലൊക്കെ എടുത്ത്, പക്ഷെ നല്ലതൊന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് നല്ല
ഔട്ട് കിട്ടാതെ ആകുമ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ടി വി ഒക്കെ കണ്ട് പിന്നെ തുണി വിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കും പിന്നെ വൈകിട്ടത്തെ ഓരോരോ പരിപാടി, അടിക്കുക, വീണ്ടും അടിക്കുക, തുടയ്ക്കുക, വിളക്ക് വെക്കുക, അങ്ങനത്തെ ഓരോന്ന് പണികൾ നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. ഇപ്പോഴും മഴയ്ക്ക് ഒരു കുറവില്ല കേട്ടോ, മഴ തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ ചായ ഉണ്ടാക്കിയിട്ട് വിളിച്ച് ഒരുമിച്ച് കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ മേലൊക്കെ കഴുകി വീണ്ടും വിളക്ക് വെക്കാൻ വേണ്ടി വന്നേക്കാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം നാമൊക്കെ ഇരുന്ന് ചൊല്ലുമ്പോൾ ഭയങ്കര മനസ്സിന് സമാധാനമാട്ടോ. അങ്ങനെ അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോഴും മഴയ്ക്കൊരു ശമനമില്ല. മഴ ഇതാ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോൾ തുടങ്ങിയ രാവിലെ തുടങ്ങിയതാണേ. മൂടി കെട്ടിയിട്ടുള്ള കാലാവസ്ഥയും അപ്പോൾ വീട്ടിലൊക്കെ എല്ലാവരും ഉള്ളപ്പോഴൊക്കെ രസമാണെങ്കിൽ കൂടെ ഇങ്ങനെയും പെയ്യുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് രസമല്ലേ. രാത്രിക്കാണെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഉച്ചയ്ക്ക് തന്നെ നമ്മളെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തതായിരുന്നു. മഴയൊക്കെ ആയി പുറത്തിറങ്ങാതെ വീട്ടിലിരിക്കുമ്പോൾ അച്ഛനായാലും കിച്ചുവിനായാലും നല്ല ഫുഡ് കിട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ വിശപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കിച്ചു പിന്നാലെ നടന്നിട്ട് അമ്മ പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഒരു ചെറിയൊരു പ്രാന്തും കൂടെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ നേരത്ത് നല്ലത് കിട്ടിയതുമില്ല. ഡ്രസ്സിൻ്റെ ഒക്കെ ഓരോരോ പ്രാന്തുകൾ ഇടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ ഈ ഡ്രസ്സൊക്കെ വലിച്ച് നിലത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ ഡ്രസ്സ് നോക്കിയതാണ്. നോർമലി ഞാനിങ്ങനെ ചെയ്യാറേ ഇല്ല, കാരണം നമ്മൾ തന്നെ എടുത്ത് വെക്കണമല്ലോ. ഇന്നിപ്പോൾ ഒട്ടും ഡ്രസ്സ് കാണാതായപ്പോൾ ആ ദേഷ്യത്തിലൊക്കെ കൂടി എടുത്ത് വലിച്ച് വാരിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ അതൊന്നും ക്ലീൻ ആക്കിയിടാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു ദിവസം കുറേ കാര്യങ്ങൾ ചെയ്ത് മടിയൊന്നും പിടിച്ചിരിക്കാതെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്ന ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയം എന്ന് പറയുന്നത് കേട്ടോ ഈ കിടക്കാൻ പോകുന്ന സമയം. കാരണം നമുക്ക് നല്ലൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കിടക്കാൻ പോകുന്ന ഒരു സമയം നല്ല റിലീഫൊക്കെ ആയിട്ട് ഭയങ്കര ഒരു സുഖമായിട്ടുള്ളൊരു, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സമയമാണ്. പക്ഷേ മടി പിടിച്ചിരിക്കുന്ന ദിവസമാണ് കുറച്ച് പ്രോബ്ലം. അങ്ങനെ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ രാവിലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ പെൻഡിങ് വന്നു എന്നൊക്കെ നോക്കി നാളത്തേക്കും കൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഹെയർ മസാജ് എപ്പോഴും ഒന്നുമില്ല തോന്നുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.